Good morning, all of you, and welcome to the world of statistics. Today, we are discussing simple random sampling and associated concepts. So, before that, നമ്മുടെ കമന്റ്സിലൊക്കെ വരാറുണ്ട് MCQs മോർ ആൻഡ് മോർ ഡിസ്കസ് ചെയ്യണമെന്ന്. സോ എൻ്റെ എയിമും അങ്ങനെ തന്നെയാണ്. കുറച്ച് കൂടുതൽ MCQs നമുക്ക് ഡിസ്കസ് ചെയ്ത് യൂസ്ഫുൾ ആക്കാം തന്നെയാണ്. പക്ഷേ അതിന് മുന്നേ നമ്മൾ കുറച്ച് തിയറട്ടിക്കൽ കോൺസെപ്റ്റ് പറയണമല്ലോ. അല്ലാതെ MCQs മാത്രം പറഞ്ഞാൽ ഒരു കുറച്ച് പേർക്കെങ്കിലും കോൺസെപ്റ്റ് അറിയില്ലെങ്കിൽ ചുമ്മാ ആ ക്വസ്റ്റ്യൻസ് കാണുന്നതുകൊണ്ട് യൂസ് ഇല്ലാണ്ടായി പോകും. പിന്നെ മാത്രമല്ല, നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അവിടുന്ന് അങ്ങനെ നല്ല സ്റ്റാൻഡേർഡിൽ പറയാനുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. നമ്മൾ കുറച്ച്, അതായത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ നമുക്ക് മോർ ആൻഡ് മോർ MCQs ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അത്രയും കോൺസെപ്റ്റ് നമ്മൾ കവർ ചെയ്ത് കഴിയും അപ്പോഴത്തേക്ക്. സോ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും സജഷൻസ് വേറെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ്. ബിക്കോസ് നെക്സ്റ്റ് വീഡിയോ ആകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് തിയറട്ടിക്കൽ കോൺസെപ്റ്റ് കവർ ചെയ്യും. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലാതെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ARS നെറ്റിന് കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്യുന്നതുകൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഓക്കെ, സോ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താണെന്ന് പറയാം. അതായത് നമ്മൾ രണ്ട് കൈൻഡ് ഓഫ് സാമ്പിളിംഗ് പ്രൊസീജിയേഴ്സ് ആണ് ഇവിടെ പഠിക്കുന്നത്. First one is probability sampling and the second one is non-probability sampling. And what is the probability sampling? Probability sampling എന്ന് പറയുമ്പോൾ it is a scientific method of selecting samples according to some laws of chance in which each unit in the population has a definite pre-assigned probability of being selecting into the sample. So അവിടെ നമ്മൾ ഓരോ സാമ്പിൾസിനെയും സെലക്ട് ചെയ്യാനായിട്ട്, okay, according to some laws of chance in which each unit in the population has എന്താ പറയാ included to the sample. നമ്മൾ പോപ്പുലേഷനിലെ ഓരോ യൂണിറ്റിനെയും സാമ്പിളിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രീ അസൈൻഡ് പ്രോബബിലിറ്റി നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യും. സോ അങ്ങനെ അക്കോർഡിംഗ് ടു ദ പ്രോബബിലിറ്റി നമ്മൾ യൂണിറ്റ്സിനെ സെലക്ട് ചെയ്യുന്നതിനെയാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ആ പ്രോബബിലിറ്റി സാമ്പിളിംഗിലാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, probability proportional to size sampling, stratified sampling, systematic sampling, cluster sampling, multi-stage sampling, multi-phase sampling, etc. ഒക്കെ വരുന്നത്. ഇനി നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ there is no any probability is associated. അപ്പൊ അതിനകത്ത് നമ്മുടെ ഈ പർപ്പസീവ് സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ് അങ്ങനത്തെ ഒക്കെയുള്ള സാമ്പിളിംഗ് പ്രൊസീജിയേഴ്സ് ആണ് വരിക. അത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ബിക്കോസ് അത് കുറച്ച് എന്താ സിറ്റുവേഷൻസ് തന്നിട്ട് വാട്ട് കൈൻഡ് ഓഫ് സാമ്പിളിംഗ് പ്രൊസീജിയർ ഇസ് ദാറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ലാസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യാം. നമുക്ക് ആദ്യം പ്രോബബിലിറ്റി സാമ്പിളിംഗ് പഠിക്കാം. പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ ഒന്നാമത്തേതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാമ്പിളിംഗ് പ്രൊസീജിയർ ആണ്. And also the simplest and most common method of random sampling. വളരെ സിംപ്ലസ്റ്റും മോസ്റ്റ് കോമണും ആയിട്ടുള്ള ഒരു മെത്തേഡും കൂടെയാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂണിറ്റ് ഇൻ ദ പോപ്പുലേഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഇൻഡിപെൻഡന്റ് ചാൻസ് ഓഫ് ബീയിങ് സെലക്ടഡ്. ഒരു പോപ്പുലേഷനിലെ ഓരോ യൂണിറ്റിനും ഈക്വൽ ആൻഡ് ഇൻഡിപെൻഡന്റ് ചാൻസ് ആണ് സെലക്ഷൻ പ്രൊസീജിയറിനുള്ളത്. ഓക്കെ, ഓരോ യൂണിറ്റും സെലക്ട് ചെയ്യപ്പെടാൻ ഈക്വൽ ആൻഡ് ഇൻഡിപെൻഡന്റ് ചാൻസ് ആണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗിനുള്ളത്. അതായത് നമ്മളിപ്പോൾ ഒരു ക്യാപിറ്റൽ ആൻഡ് യൂണിറ്റ് ഉള്ള ഫോർ എവറി സാമ്പിളിംഗ് പ്രൊസീജിയർ ജനറലി വി കൺസിഡർ ദർ ആർ ക്യാപിറ്റൽ ആൻഡ് യൂണിറ്റ്സ് ഇൻ ദ പോപ്പുലേഷൻ ആൻഡ് സ്മോൾ ആൻഡ് യൂണിറ്റ്സ് ഇൻ ദ സാമ്പിൾ. അങ്ങനെയാണ് നമ്മൾ ജനറലി കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇൻ ദിസ് മെത്തേഡ് ഈക്വൽ പ്രോബബിലിറ്റി ഓഫ് സെലക്ഷൻ ഇസ് അസൈൻഡ് to each unit of the population. പോപ്പുലേഷനിലെ ഓരോ യൂണിറ്റിനും ഈക്വൽ ചാൻസ് ആൻഡ് they were independent. ഓക്കെ, ഇനി സിമ്പിൾ റാൻഡം സാമ്പിളിംഗിൽ ഇമ്പോർട്ടൻ്റ്ലി രണ്ട് ഡിവിഷൻസ് ആണുള്ളത്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ആൻഡ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. വിത്ത് റീപ്ലേസ്മെന്റും വിതൗട്ട് റീപ്ലേസ്മെന്റും. എന്താണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ്? If a unit is selected and noted its characteristic value and it is removed from the population, അപ്പൊ അത് വിതൗട്ട് റീപ്ലേസ്മെന്റ് ആയി. അതായത് നമുക്ക് ആദ്യം വിത്ത് റീപ്ലേസ്മെന്റ് പറയാം. അതായത്
A unit is selected from the population. ഞാൻ സാമ്പിളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോപ്പുലേഷനിൽ നിന്ന് ഒരു യൂണിറ്റ് സെലക്ട് ചെയ്തു. ആൻഡ് ഇറ്റ്സ് എവറി ക്യാരക്ടറിസ്റ്റിക് ഇസ് നോട്ടഡ്. നമുക്ക് വേണ്ടുന്ന എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ നോട്ട് ചെയ്തു. Then we replace it back to the population. നമ്മൾ അതിനെ തിരിച്ച് പോപ്പുലേഷനിലേക്ക് തിരിച്ചിടുകയാണെങ്കിൽ it is known as simple random sampling with replacement. ഇനി otherwise the characteristics are noted, then not replaced, without replacement, replace ചെയ്യുന്നില്ല, not replaced to back the population. പോപ്പുലേഷനിലോട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നില്ലെങ്കിൽ which is known as simple random sampling without replacement. ഓക്കെ, ഇനി നമ്മൾ ഓരോന്നായിട്ട് പഠിക്കുകയാണ്. നമുക്ക് ആദ്യം സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് നോക്കാം. അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസും കോൺസെപ്റ്റും നോക്കാം. ഓക്കെ, അപ്പൊ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് എന്തൊക്കെയാണ് അതിൽ പറയാനുള്ളത്? സോ വിത്ത് റീപ്ലേസ്മെന്റിൽ നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് പറയുന്ന പോലെ തന്നെ എന്താ ഈക്വൽ പ്രോബബിലിറ്റി ആൻഡ് ഇൻഡിപെൻഡന്റ്, ഓരോ യൂണിറ്റിനും ഈക്വൽ ചാൻസ് ആണ് ഫോർ സെലക്ടിങ് ഇൻ ടു ദ പോപ്പുലേഷൻ ആൻഡ് ദേ വെയർ ഇൻഡിപെൻഡന്റ് ഓൾസോ. ഇനി ശ്രദ്ധിച്ച് കേൾക്കുക, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ടുന്ന ഇമ്പോർട്ടന്റ് പോയിന്റുകൾ മാത്രം പറയാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, നമ്പർ ഓഫ് സാമ്പിൾസ്. നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസ് എത്ര എണ്ണം നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും? ക്യാപിറ്റൽ N റേസ് ടു N. എത്ര പോപ്പുലേഷൻ യൂണിറ്റുകൾ ഉണ്ടോ അതേ റേസ് ടു നമുക്ക് എത്രയാണോ ഒരു സാമ്പിളിൽ വേണ്ടത്. അതായത് എന്റെ പോപ്പുലേഷനിൽ ഒരു 10, ഞാൻ വളരെ ചെറിയൊരു ബേസിക് എക്സാമ്പിൾ ആണ് പറയുന്നത്, പോപ്പുലേഷനിൽ 10 യൂണിറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. എനിക്ക് 3 ആൾക്കാർ വീതം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന സാമ്പിളുകളാണ് വേണ്ടത്. അങ്ങനെയുള്ള എത്ര സാമ്പിളുകൾ എനിക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും? 10 raised to 3. So a lot of samples can be constructed. അപ്പൊ N raised to N. ഇനി അപ്പൊ ഓരോ സാമ്പിളിന്റെയും സെലക്ഷൻ പ്രോബബിലിറ്റി എന്തായിരിക്കും? അങ്ങനെ N raised to N സാമ്പിളുകൾ ഉള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു സാമ്പിളിനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/N raised to N ആയിരിക്കും. അത് ഒബ്വിയസ്ലി അങ്ങനെയാണല്ലോ. ഇതിന് എനിക്കൊരു സാമ്പിൾ എടുക്കണമെങ്കിൽ 1/10 raised to 3 ആണ് അതിന്റെ പ്രോബബിലിറ്റി. ഇറ്റ്സ് ബേസിക്. ഓക്കെ, ഇനി the probability that any unit in a population of capital N units is selected in any draw. അത് വളരെ സിമ്പിൾ ആണ്, ബിക്കോസ് ഞാൻ വിത്ത് റീപ്ലേസ്മെന്റ് ആണ് ചെയ്യുന്നത്. ഓരോ ക്യാരക്ടറിസ്റ്റിക്സും നോട്ട് ചെയ്തതിനു ശേഷം ആൻഡ് ഗിവിംഗ് ബാക്ക് ടു ദ പോപ്പുലേഷൻ, ഞാൻ ആ പോപ്പുലേഷനിലായിട്ട് അതിനെ തിരിച്ചിടുന്നുണ്ട്. സോ എപ്പോഴും എന്റെ പോപ്പുലേഷൻ ആസ് ഫുൾ ഓഫ് ദാറ്റ് യൂണിറ്റ്സ്, ആ ഫുൾ യൂണിറ്റ്സും ആ പോപ്പുലേഷനിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഏത് ഡ്രോയിലും ഏത് യൂണിറ്റിനെയും എടുക്കാനുള്ള പ്രോബബിലിറ്റി ഈസ് ഓൾവേസ് 1/, total population size. So 1/capital N ആയിരിക്കും. നെക്സ്റ്റ് വൺ ഇസ് ഇൻക്ലൂഷൻ പ്രോബബിലിറ്റി. അതായത് ഒരു സാമ്പിളിനെ അല്ലെങ്കിൽ ഒരു യൂണിറ്റിനെ ഒരു സാമ്പിളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. നമ്മൾ എപ്പോഴും സാമ്പിൾസിലോട്ട് യൂണിറ്റുകളെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആക്ച്വലി 1/1 ആയിട്ടാണ്, അല്ലെ? 1/1 ആയിട്ടാണ് നമ്മൾ സാമ്പിൾസിനെ നമ്മൾ ഒരു ഗ്രൂപ്പിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ ഇൻക്ലൂഷൻ പ്രോബബിലിറ്റി, ഓരോ യൂണിറ്റിനെ വീതം 1/1 ആയിട്ട് ഓരോ യൂണിറ്റിനെ വീതം ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഫസ്റ്റ് ഓർഡർ ഇൻക്ലൂഷൻ പ്രോബബിലിറ്റി നമ്മൾ πi എന്ന് ഡിനോട്ട് ചെയ്യും, വിച്ച് ഇസ് ഈക്വൽ ടു 1 - 1/n the whole raised to n. ഇതൊക്കെ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്, ഇത് വെച്ച് പ്രോബ്ലംസും ഉണ്ട്. സോ 1 - 1/n the whole raised to n. ഇനി സെക്കൻഡ് ഓർഡർ ഇൻക്ലൂഷൻ പ്രോബബിലിറ്റി. സെക്കൻഡ് ഓർഡർ ഇൻക്ലൂഷൻ പ്രോബബിലിറ്റി ആണെങ്കിൽ എങ്ങനെയായിരിക്കും? πij എന്ന് ഡിനോട്ട് ചെയ്യും, which is 1 - 2 into 1 - 1/n the whole raised to n plus 1 - 2/n the whole raised to n. 1 - 2 into 1 - 1/n the whole raised to n plus 1 - 2/n the whole raised to n, which is the second order inclusion probability. These are very important. Then the next one is probability of selecting 2 units together. ഒരുമിച്ച് 2 യൂണിറ്റിനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് 1/n the whole square. ബിക്കോസ് ഇത് വിത്ത് റീപ്ലേസ്മെന്റ് ആണ്, അതുകൊണ്ട്
1 by n the whole square. ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ഇനി അതിലും മോർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഓക്കെ, ദ സാമ്പിൾ മീൻ ഇസ്, ഞാനിപ്പോ വിത്ത് റീപ്ലേസ്മെന്റിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ദ സാമ്പിൾ മീൻ ഈസ് ആൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ. സാമ്പിൾ മീൻ പോപ്പുലേഷൻ മീനിന്റെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആയിരിക്കും വിത്ത് റീപ്ലേസ്മെന്റിൽ. സാമ്പിൾ മീൻ ഈസ് ആൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ. ഇനി അതേപോലെ ദ സാമ്പിൾ വേരിയൻസ് ഈസ് ആൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ വേരിയൻസ് ഓൾസോ. ഈ രണ്ട് പോയിന്റിനെ മാത്തമാറ്റിക്കലി സിംപലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് വൺ ഇസ് സാമ്പിൾ മീൻ ഈസ് ആൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ. നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങില് സാമ്പിൾ മീനിനെ y ബാർ എന്നും പോപ്പുലേഷൻ മീനിനെ ക്യാപിറ്റൽ Y ബാർ എന്നുമാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് എക്സ്പെക്ടേഷൻ ഓഫ് y ബാർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ Y ബാർ. ദ സാമ്പിൾ മീൻ ഈസ് ആൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ. സെക്കൻഡ് പോയിന്റ് പറഞ്ഞത് സാമ്പിൾ വേരിയൻസ് ഈസ് ആൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ വേരിയൻസ്. സാമ്പിൾ വേരിയൻസിനെ എ സ്ക്വയർ എന്നും പോപ്പുലേഷൻ വേരിയൻസിനെ സിഗ്മ സ്ക്വയർ എന്നും ഡിനോട്ട് ചെയ്താൽ എക്സ്പെക്ടേഷൻ ഓഫ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ. These are two other important points. ഇനി അടുത്ത പോയിന്റ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റിൽ വേരിയൻസ് ഓഫ് y ബാർ എന്ന് പറയുന്നത് n-1 by nn into a square. n-1 by nn into a square. ഇതൊക്കെ നമുക്ക് ഒരുപാട് ആവശ്യമുള്ള കാര്യങ്ങളാണ്. n-1 by nn into a square. ഇതിനെ വേറൊരു രീതിക്ക് വേണമെങ്കിൽ എഴുതാം. അതായത് n-1 by nn, ഈ എ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ? n by n-1 into സിഗ്മ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ എന്നും എന്നും ക്യാൻസൽ ആയി, ഇതും ക്യാൻസൽ ആയി, സിഗ്മ സ്ക്വയർ ബൈ n എന്ന് വിളിക്കാം. സോ ഇതിനെ വേറൊരു രീതിയിൽ എഴുതിയാൽ സിഗ്മ സ്ക്വയർ ബൈ n എന്ന് കൂടെ ഡിനോട്ട് ചെയ്യാം. അതെന്തിനാ എടുത്തു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രോബ്ലംസിൽ അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ നമുക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ വേരിയൻസ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. n-1 by nn into a square or sigma square by n. And also covariance of yi, yj. രണ്ട് ഒബ്സർവേഷനുകളുടെ കൊവേരിയൻസ് വിത്ത് റീപ്ലേസ്മെന്റിൽ 0 ആയിരിക്കും. വിത്ത് റീപ്ലേസ്മെന്റിൽ 0 ആയിരിക്കും ബിക്കോസ് ദ ഡ്രോസ് ആർ ഇൻഡിപെൻഡന്റ്. ബിക്കോസ് വി റീപ്ലേസ് ബാക്ക് ടു ദ പോപ്പുലേഷൻ. നമ്മൾ പോപ്പുലേഷനിലിട്ട് റീപ്ലേസ് ബാക്ക് ആണല്ലോ ചെയ്യുന്നത്. സോ കൊവേരിയൻസ് 0 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി പോപ്പുലേഷൻ ടോട്ടലിന്റെ വേരിയൻസ് എന്ന് പറയുന്നത് n സ്ക്വയർ സിഗ്മ സ്ക്വയർ ബൈ n. അതായത് അത്യാവശ്യമുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇതിനൊന്നും സ്കിപ്പ് ചെയ്യാനില്ല. ഇനി ഇപ്പൊ പറഞ്ഞ ഇത്രയും പോയിന്റുകൾ നമുക്ക് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റിൽ പറഞ്ഞാലോ? അതായത് ഐ എം നോട്ട് ഗിവിംഗ് ബാക്ക് ടു ദ പോപ്പുലേഷൻ. ഞാൻ സെലക്ട് ചെയ്തത് ഒന്നും തന്നെ പോപ്പുലേഷനിലേക്ക് തിരിച്ചിടുന്നില്ല. സോ ഒബ്വിയസ്ലി നമ്പർ ഓഫ് സാമ്പിൾസ് അത്രയും കുറവായിരിക്കും. ദാറ്റ് ഇസ് ജസ്റ്റ് NCN. അത് NCN ഉണ്ടാവുള്ളൂ. നമ്മൾ മറ്റേ നമ്മുടെ ബൈനോമിയൽ കോമ്പിനേഷൻ വെച്ചിട്ട് പറയും. അത് NCN ഉണ്ടാവുള്ളൂ നമ്പർ ഓഫ് സാമ്പിൾസ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിനാണെങ്കിൽ 10C3 അത്രേ ഉണ്ടാവുള്ളൂ നമ്പർ ഓഫ് സാമ്പിൾസ്. സോ അതുകൊണ്ട് തന്നെ ഒരു സാമ്പിൾ ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1 by NCN ആണ്. ഒരു സാമ്പിൾ ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1 by NCN ആണ്. ഓക്കെ, ഓക്കെ അല്ലേ? ഇനി the probability of selecting one unit from a population of capital N units at the rth row. അതായത് നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റിൽ അത് എടുത്തു പറയാതിരുന്നതിനുള്ള റീസൺ, വിത്ത് റീപ്ലേസ്മെന്റ് ആയതുകൊണ്ട് തന്നെ അത് എല്ലാ ഡ്രോയിലും സെയിം ആയിരിക്കും. കാര്യം എപ്പോഴും the urn contain the full units actually. പക്ഷെ വിതൗട്ട് റീപ്ലേസ്മെന്റ് ആവുമ്പോൾ അത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഒബ്വിയസ്ലി അവിടെ എന്ത് സംഭവിക്കും? ഓരോ ഡ്രോയിലും ഡിഫറൻസ് ഉണ്ടാവും. അപ്പോ the probability of selection of one unit from a population of capital N units at rth draw എന്ന് പറയുന്നത് 1 minus r n minus r plus 1 ആയിരിക്കും. അതായത് ഇപ്പോ ഫസ്റ്റ് ഡ്രോയുടെ കണ്ടുപിടിക്കണമെങ്കിൽ r-ന് 1 കൊടുത്താൽ മതി. ദാറ്റ് ഇസ് 1 by capital N. ശരിയല്ലേ? സെക്കൻഡ് റോയിൽ കണ്ടുപിടിക്കണമെങ്കിൽ അപ്പം ഡിനോമിനേറ്ററിൽ ഒന്ന് കുറയും. ബിക്കോസ് ആ പോപ്പുലേഷനിൽ ഒരാൾ ഡിക്രീസ് ചെയ്യാണല്ലോ ചെയ്യുക. അപ്പൊ 1 by capital N minus 1 ആവും. r-ന് 2 കൊടുക്കും.
അപ്പോൾ അങ്ങനെ ഡിഫറൻസ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, സോ അതാണ് 1/n-r+1. ഇനി ഏതെങ്കിലും ഒരു ഡ്രോയിൽ, ഐ മീൻ ഒരു ഫസ്റ്റ് ഡ്രോയിൽ ഏതെങ്കിലും ഒരു യൂണിറ്റിനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/N. അത് രണ്ടും കൂടെ മിസ്ലീഡ് ചെയ്യരുത്, മിസ്റ്റേക്ക് വരരുത്. രണ്ടും രണ്ട് പ്രോബബിലിറ്റീസ് ആണ്. ഓക്കെ, ഇനി ഇവിടെ ഉണ്ട് ഫസ്റ്റ് ഓർഡർ ഇൻക്ലൂഷൻ പ്രോബബിലിറ്റി, സെക്കൻഡ് ഓർഡർ ഇൻക്ലൂഷൻ പ്രോബബിലിറ്റി ഒക്കെ. ഫസ്റ്റ് ഓർഡർ ഇൻക്ലൂഷൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് n/N ആയിരിക്കും. ഇതാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്ററിന്റെ ഒക്കെ സമയത്ത് ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യം. അത് വിതൗട്ട് റീപ്ലേസ്മെന്റിലാണ് ഇൻക്ലൂഷൻ പ്രോബബിലിറ്റി n/N വരുന്നത്. സോ ഫസ്റ്റ് ഓർഡർ ഇൻക്ലൂഷൻ പ്രോബബിലിറ്റി pi is equal to n/N. ആൻഡ് ഓൾസോ സെക്കൻഡ് ഓർഡർ ഇൻക്ലൂഷൻ പ്രോബബിലിറ്റി, ഇത് പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. n into n-1 by N into n-1. This is a second order inclusion probability in without replacement. എളുപ്പമല്ലേ? സോ ഇത്രയും ബൈഹാർട്ട് ചെയ്ത് വയ്ക്കാം. Then important points. Sample mean is unbiased estimator of population mean. അത് ശരിക്കും പറഞ്ഞാൽ സ്പെസിഫൈ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിലും വിതൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിലും സാമ്പിൾ മീൻ എപ്പോഴും അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ ആയിരിക്കും. എക്സ്പെക്ടേഷൻ ഓഫ് y bar is equal to capital Y bar ആയിരിക്കും. പക്ഷെ അത് സിസ്റ്റമാറ്റിക്കലായിട്ടും സ്ട്രാറ്റിഫൈഡിലായിട്ടും ഒക്കെ വരുമ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അവിടെ. ചിലത് ബയസ്ഡ് ആണ്, അൺബയാസ്ഡ് ആണ്. അൺബയാസ്ഡ് ആക്കാൻ വേണ്ടി നമ്മൾ പെർട്ടിക്കുലർ ഫോമിലേക്ക് എടുക്കും. പക്ഷെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗിൽ ആ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. സാമ്പിൾ മീൻ is always an unbiased estimator of population mean. Second point, the sampling variance of the sample mean. സാമ്പിളിംഗ് വേരിയൻസ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ നേരത്തെ ഒരു y ബാറിന്റെ വേരിയൻസ് പറഞ്ഞല്ലോ വിത്ത് റീപ്ലേസ്മെന്റിൽ, അത് വിതൗട്ട് റീപ്ലേസ്മെന്റിലാവുമ്പോൾ n-n/nn into a². ഇതാണ് മോസ്റ്റ്ലി ആൾക്കാർ ബൈഹാർട്ട് ചെയ്ത് വെക്കുന്നത്. പക്ഷെ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ സിറ്റുവേഷൻ വൈസ് ചൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിനെ വേറൊരു ഫോമിൽ എഴുതാൻ പറ്റുന്നത് n-n/n-1 into σ²/n ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ 1/n-1/N into a². ഈ മൂന്ന് ഫോമിൽ വേണമെങ്കിലും വിതൗട്ട് റീപ്ലേസ്മെന്റിന്റെ വേരിയൻസിനെ നമുക്ക് റീറൈറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ്, the sample mean square is an unbiased estimator of population mean square. ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് സ്മോൾ s² equal to capital S² ആണ്. സിഗ്മയുടെ അല്ല, നമ്മൾ പോപ്പുലേഷൻ വേരിയൻസിനല്ല വിതൗട്ട് റീപ്ലേസ്മെന്റിൽ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്, sample mean square ആണ്. So the sample mean square is an unbiased estimator of population mean square. Sample mean square is an unbiased estimator of population mean square. അത് ബൈഹാർട്ട് ചെയ്ത് വെക്കാം. അത് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഒരുപാട് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇനി ഇവിടെ നമുക്ക് കോവേരിയൻസ് പറയാം. കോവേരിയൻസ് ഓഫ് yi/yj എന്ത് വരും? -σ²/n-1. ഇതാണ് കോവേരിയൻസ്. -σ²/n, ക്യാപിറ്റൽ N-1. പിന്നെ ഈ ക്യാപിറ്റൽ എന്നും സ്മോൾ എന്നും ഒന്നും അങ്ങനെ തിരിഞ്ഞു പോവരുത്. ഇപ്പം നമ്മൾ ശരിയാണെന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ ക്യാപിറ്റൽ എൻ എഴുതുമ്പോൾ അവിടെ സ്മോൾ എൻ ആയിരിക്കും. സോ വൃത്തിയായിട്ട് ബൈഹാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി അപ്പൊ കോവേരിയൻസ് വരെ ആയി. നെക്സ്റ്റ്, പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് 2 units ടുഗെദർ. 2 യൂണിറ്റുകളെ ഒരുമിച്ച് സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/N into n-1 ആണ്. 1/N into n-1 ആണ് പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് 2 units ടുഗെദർ. 2 യൂണിറ്റ് ഒരുമിച്ച് സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. 2 units ടുഗെദർ സെലക്ട് ചെയ്യാനുള്ളത് 1/N into n-1 ആണ്. ഓക്കെ, അത് ഒരു പോയിന്റ്. ഇനി നമ്മുടെ എന്താ കമ്പാരിസൺ ആണ്. നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റിനെയും സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റിനെയും കമ്പയർ ചെയ്താൽ മോർ എഫിഷ്യന്റ് എന്ന് പറയുന്നത് എപ്പോഴും വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആയിരിക്കും. ബിക്കോസ് അത് നമ്മൾ ചെയ്യുന്നത് വേരിയൻസ് ഓഫ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് മൈനസ് വേരിയൻസ് ഓഫ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ
അത് നമ്മൾ അതായത് ആ ഒരു ഡിഫറൻസ് ചെയ്യുമ്പോൾ ഇപ്പം വിത്ത് റീപ്ലേസ്മെന്റിന്റെ വേരിയൻസിന് എനിക്ക് സിഗ്മ സ്ക്വയർ ബൈ എൻ എന്ന് എഴുതാലോ. ഇനി ഇതേ സിഗ്മ സ്ക്വയറിൽ തന്നെയുള്ള ഒരു ഇക്വേഷൻ നമ്മളിപ്പോ വിത്തൗട്ട് റീപ്ലേസ്മെന്റിന് പഠിച്ചുല്ലോ, n മൈനസ് എൻ ബൈ n മൈനസ് 1 സിഗ്മ സ്ക്വയർ ബൈ എൻ. സോ ഇത് ഒന്ന് കോമൺ എടുത്ത് റീറൈറ്റ് ചെയ്യുമ്പോൾ സിഗ്മ സ്ക്വയർ ബൈ എൻ ഇൻറ്റു n മൈനസ് 1 ബൈ ക്യാപിറ്റൽ n മൈനസ് 1 എന്ന് എഴുതാം. ദിസ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. സോ അങ്ങനെ നോക്കുമ്പോൾ വേരിയബിലിറ്റി കുറവ് വരുന്നത് വിതൗട്ട് റീപ്ലേസ്മെന്റിനാണ്. സോ നമുക്ക് എന്ത് പറയാം? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റ് ഇസ് മോർ എഫിഷ്യന്റ് ദാൻ എന്ത് വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറയാം. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. ഈ എഫിഷ്യൻസി നമ്മൾ എല്ലായിടത്തും നോക്കും കേട്ടോ. സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങും സ്ട്രാറ്റിഫൈഡും നോക്കും, സിസ്റ്റമാറ്റിക്കും നോക്കും. ഇപ്പൊ തൽക്കാലം നമ്മൾ പഠിച്ച രണ്ടെണ്ണം വെച്ചിട്ട് നോക്കി. ഇനി സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റിന്റെ വേരിയൻസ്, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ വേരിയൻസ് n മൈനസ് എൻ ബൈ n n a സ്ക്വയർ. ഇതിനെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാലോ, n മൈനസ് എൻ ബൈ n ഇൻറ്റു എ സ്ക്വയർ ബൈ n. അപ്പൊ 1 മൈനസ് എൻ ബൈ n ഇൻറ്റു എ സ്ക്വയർ ബൈ n. That is 1 minus f into a square by n. This f is known as finite population correction. Finite population correction. അപ്പൊ ഇങ്ങനെ വേണമെങ്കിലും വിതൗട്ട് റീപ്ലേസ്മെന്റിന്റെ വേരിയൻസിനെ എഴുതാം. അത് നമുക്ക് ആവശ്യം വരും ചില പ്രോബ്ലംസിൽ, ചില നല്ല സ്റ്റാൻഡേർഡ് പ്രോബ്ലംസിലൊക്കെ പോപ്പുലേഷൻ സൈസ് ടൂ ലാർജ് ആവുന്ന സമയത്ത് ഈ വേരിയൻസിനെ നമുക്ക് പല ഫോമുലേറ്റൊക്കെ കൊണ്ടുവന്ന് സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. ആ സമയത്ത് ഫൈനൈറ്റ് പോപ്പുലേഷൻ കറക്ഷൻ ഉപയോഗിച്ചാൽ ഈ ഫൈനൈറ്റ് പോപ്പുലേഷൻ കറക്ഷൻ ഒരു 0.05 അതിന് താഴെ ഒക്കെ ആണെങ്കിൽ നമുക്ക് നെഗ്ലിജിബിൾ ആക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് സിംപ്ലിഫൈഡ് ആയിട്ട് വേരിയൻസിനെ എടുത്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഈ ഫൈനൈറ്റ് പോപ്പുലേഷൻ കറക്ഷന്റെ ഇക്വേഷൻ ആവശ്യം വരും. അപ്പൊ ഫൈനൈറ്റ് പോപ്പുലേഷൻ കറക്ഷൻ ഒരു 0.05 താഴെയാണെങ്കിൽ, ഒരു 50% ആ മീൻസ് അങ്ങനെ ഒരു 0.05 താഴെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതായത് 5% താഴെയാണെങ്കിൽ നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റിയെ നെഗ്ലിജിബിൾ ആക്കാൻ പറ്റും. അപ്പൊ വേരിയൻസ് കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ഫോമിൽ കിട്ടും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ ഇക്വേഷനും ആവശ്യം വരും. അപ്പൊ ശരിക്കും ഇത്രയുമാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റും വിത്തൗട്ട് റീപ്ലേസ്മെന്റും പറയാനുള്ളത്. ഇനി അടുത്ത വരുന്ന പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ എസ്റ്റിമേഷൻ ആണ്. അതായത് നമ്മൾ ആട്രിബ്യൂട്ട്സ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഒരുപാട് ലെങ്തി വീഡിയോ ആക്കുന്നില്ല, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം വിത്ത് MCQs. ഓക്കെ, സോ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് MCQs ഉള്ള വീഡിയോസ് ഒക്കെ പുറകെ നമ്മൾ അപ്ലോഡ് ചെയ്യും. ആൻഡ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.